സബിൻ്റെ വോളിയം കൺട്രോളാണ്. ഇത് സ്പീക്കറിൻ്റെ വോളിയമാണ്. ഇത് സബിൻ്റെ. ഇത് സെലക്ടർ സ്വിച്ചാണ്. ഇത് USB പാനലിന് വന്ന വോളിയത്തിൻ്റെയാണ്. USB പാനൽ വന്ന സിഗ്നലിൻ്റെ വോളിയം കൺട്രോളാണ്. ഇത് 5 വോൾട്ട് ഔട്ടാണ്. ഇത് 5.1 ഉണ്ട്. PROLOGIC ബോർഡ് അല്ലെങ്കിൽ 17 ബോർഡ് എന്ന് പറയും. ഇതിൻ്റെ കണക്ഷൻസ് ഞാൻ പറഞ്ഞത് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. 6 സിഗ്നൽ 6 ചാനലിന് ഗെയിനർ ബോർഡ് വെച്ച് ബൂസ്റ്റ് ചെയ്യണം. ഓഡിയോ ഗെയിൻ കുറവാണെങ്കിൽ അത് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഇതിൽ തന്നെ ഗെയിനർ വന്നിട്ടുണ്ട്. 6 ചാനലിൻ്റെ ഇതിലേക്ക് ഇന്നൊക്കെ വന്നിരിക്കുന്നത് DVD ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയാണിത്. DVD ഇൻപുട്ട് 5.1 ഇൻപുട്ട് കൊടുക്കേണ്ടതാണ്. IP ഇൻപുട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇൻപുട്ട് കൊടുക്കുക. ആ ചാനലിൻ്റെ DVD കണക്ട് ചെയ്യണം. ഇവിടെ കണക്ട് ചെയ്തതിൽ തന്നെ ഗെയിനർ ഉണ്ട്. പിന്നെ വന്നത് ഔട്ടാണ്. 5 ചാനൽ ഔട്ട്. ഇതുണ്ട്. സബിൻ്റെ വന്നിട്ടുണ്ട്. ഇത് തന്നെ ഫിൽറ്റർ വന്നിട്ടുണ്ട്. ഇതാണ് ഫിൽറ്ററിന് യൂസ് ചെയ്യുന്ന IC. എന്നിട്ട് ഫിൽറ്റർ ചെയ്തിട്ടുണ്ട്. സബ്വൂഫർ ഫിൽറ്റർ. ഇത് സബ്വൂഫർ സെൻറ്റർ. 17 റൈറ്റും ലെഫ്റ്റാണ്. പിന്നെ ഇത് ഫ്രണ്ടിൽ വന്ന FLഉം FRഉം FLഉമാണ്. ഇതിൻ്റെ ഗ്രൗണ്ട് വന്നില്ല. എന്നാൽ സിഗ്നൽ മാത്രമാണ് വന്നത്. ഗ്രൗണ്ട് കോമൺ ആയിട്ട് കൊടുക്കണമെന്ന് തോന്നുന്നു. ഇത് 12 വോൾട്ട് സിംഗിൾ സപ്ലൈയാണ് വേണ്ടത്. ഇതിൽ തന്നെ 7.8.12 എന്ന IC യൂസ് ചെയ്തിട്ടുണ്ട്. 7.8.12 എന്ന IC ആണ്. ഇതിൽ 25 വോൾട്ട് വരെയൊക്കെ കൊടുത്താലും കുഴപ്പമില്ല. പിന്നെ ഇതിന് 1 ആംപിയറിൻ്റെ ഒക്കെ യൂസ് ചെയ്യാൻ നോക്കുക. 1 ആംപിയർ 2 ആംപിയർ അതും കൂടെ ആംപിയർ കൊടുത്തത് കംപ്ലൈൻ്റ് ആവും. പിന്നെ ഇത് പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോള്. പക്ഷേ ഇതിൽ മാർക്ക് ചെയ്തിട്ടില്ല പോസിറ്റീവ് നെഗറ്റീവ്. ഈ ICൻ്റെ 7.8.12 എന്ന ICൻ്റെ ഈ ഭാഗത്താണ് പോസിറ്റീവ് വന്നത്. ഈ ഭാഗം ഗ്രൗണ്ടാണ്. ഈ പോകുന്നതൊക്കെ ഗ്രൗണ്ടാണ്. ഇത് ഗ്രൗണ്ടാണ്. ഇവിടെ പോസിറ്റീവാണ്. ഇത് ലൈക്ക് നമ്മുടെ USB പാനലിന് ഇൻപുട്ട് കൊടുക്കേണ്ടത് ഇവിടെയാണ്. ഇത് തന്നെ ഗെയിനർ ബോർഡ് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ 6 ചാനലിൻ്റെ ഗെയിനാണ്. അങ്ങനെ ഇപ്പോഴത്തെ വന്നത് സ്റ്റീരിയോ ഗെയിനറാണ്. ഇതിൽ നടുക്കത്തെ ഗ്രൗണ്ടും ലെഫ്റ്റും റൈറ്റാണ്. ഇതിൽ തന്നെ സബ്വൂഫർ ഫിൽറ്ററും വന്നിട്ടുണ്ട്. 2 ഗെയിനറും വന്നിട്ടുണ്ട്. 2 ഒന്ന് 6 ചാനലിൻ്റെ ഗെയിനറും പിന്നെ ഒരു സ്റ്റീരിയോ ഗെയിനറും വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ 5 ചാനലിൻ്റെ സറൗണ്ടിങ് IC ആണ്. ഇവിടെ IC നോക്കുകയാണെങ്കിൽ കുറേ IC ഉണ്ട്. എന്താണ് സംഭവം എന്നല്ല. ആദ്യമായിട്ടാണ് 5.1 ഉണ്ടാക്കുന്നത്. ഇത് പവർ ടെക്കിൻ്റെ കമ്പനീൻ്റെയാണ്. പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന സബിന് യൂസ് ചെയ്യുന്ന ബോർഡാണിത്. ഇത് 3D ഇവിടെ 30 ഹോം തിയേറ്ററൊക്കെ വന്ന IC ആണ്. 2 IC പിക്ക് ചെയ്തുള്ള ഒരു ആംപ്ലിഫയർ ബോർഡാണ്. ഇത് തന്നെ rectifier 12 ഇവിടെയും 12 ഇത് തന്നെ rectifier ഉണ്ട്. 4 കപ്പാസിറ്ററൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ ഫിൽറ്ററും വന്നിട്ടുണ്ട്. ഇവിടെ 22K വോളിയം കൺട്രോൾ കണക്ട് ചെയ്യാം. VC വോളിയം കൺട്രോളാണ്. ഇത് തന്നെ PC ഉണ്ട്. ഇതിലേക്ക് ഇൻപുട്ട് കൊടുക്കാൻ സ്റ്റീരിയോയാണ്. 2 കപ്പാസിറ്റർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് USB പാനൽ. ഞാൻ അടുത്ത USB പാനലാണ്. ഇത് 130 സംതിങ് ഉള്ളൂ. ഇത് FM എല്ലാം ഉണ്ട്. ഇത് ആൻറ്റീന. ഇപ്പോഴത്തെ വന്നത് ആൻറ്റീന. ഇത് നമുക്ക് കണക്ട് ചെയ്യാം. ഇതാണ് ആംപ്ലിഫയർ. ഇത് സബിൻ്റെ വോളിയം കൺട്രോൾ. ഇത് സ്പീക്കർ 5 ചാനൽ സ്പീക്കറിൻ്റെ വോളിയം കൺട്രോളാണ്. ഇത് USB പാനലിൻ്റെ വോളിയം കൺട്രോളാണ്.
സ്വിച്ചാണ് 3 ഉണ്ട്. ഇതിൽ ആക്സ് സോക്കറ്റിൻ്റെ ഇത് TV DVD ആയിട്ടൊക്കെ കണക്ട് ചെയ്യേണ്ടതാണ്. ഇത് USB പാനലിൻ്റെ ആണ്. നടുക്കട്ട് USB പാനലിൻ്റെ സെലക്ടർ സ്വിച്ചാണ്. ഇതിൽ 2 ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ടുണ്ട്. സബിനും സ്പീക്കറിനുമായിട്ടാണ്. ഇത് 12 3 ആംബിയർ, ഇത് 15 5 ആംബിയറിൻ്റെ ആണ്. അത് യൂസ് ചെയ്തിരിക്കണേ TDA 65 IC 3 IC യൂസ് ചെയ്ത് ഒരു 5 ചാനൽ ബോർഡിനാണ് ഞാൻ കൊടുത്തിരിക്കണേ. 12 സബിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇത് 5 ആംബിയർ 15 ട്രാൻസ്ഫോമറിൽ സിംഗിൾ സപ്ലൈ ഞാൻ ചെയ്തിരിക്കണേ. ബാസ് ടേബിൾ ബോർഡിനും 5.1 പ്രൊലോജിക് ബോർഡിനും ഈ സ്പീക്കർ യൂസ് ചെയ്യാൻ 5 ചാനൽ ബോർഡിനും 15 5 ആംബിയർ ട്രാൻസ്ഫോമറാണ് യൂസ് ചെയ്യുന്നത്. 5 വോൾട്ട് ഔട്ടാണിത്. ഇത് ഇൻപുട്ട് സിഗ്നൽ കൊടുക്കണം, അതിൻ്റെ വോളിയം കൺട്രോളാണ്. ഇതാണ് TDA 5 ചാനൽ ബോർഡാണ്. TDA 72 65 IC വെച്ച് 5 ചാനലിലേക്ക് എടുത്തിരിക്കണം. നടുക്കത്തെ IC സെൻറ്റർ. ഇത് FL FR ആണ്. ഇതിന് ഡുവൽ സപ്ലൈ വേണ്ടത് 12 അല്ലെങ്കിൽ പ്ലസ് ഗ്രൗണ്ട് മൈനസ്. ഇത് ഞാൻ സിംഗിൾ സപ്ലൈ ചെയ്തിരിക്കണേ. ഗ്രൗണ്ട് ഞാൻ കപ്പാസിറ്റർ 25 വോൾട്ട് 4700 2 കപ്പാസിറ്റർ എടുത്ത് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിലേക്ക് 12 വോൾട്ടിൻ്റെ നെഗറ്റീവ് ഞാൻ കൊടുത്തിരിക്കാൻ. അതിൽ ഗ്രൗണ്ട് ഞാൻ എടുത്തിരിക്കാൻ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവിലേക്കാണ് കൊടുത്തിരിക്കണേ. ബാസ് ടേബിൾ ബോർഡിനും സ്പീക്കർ യൂസ് ചെയ്യുന്ന ബോർഡിനും ഗ്രൗണ്ട് വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2 കപ്പാസിറ്റർ യൂസ് ചെയ്ത് ഗ്രൗണ്ട് ഞാൻ കൊടുത്തിരിക്കണേ. കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവിലേക്ക് ഗ്രൗണ്ട് കൊടുക്കുക, കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിലേക്ക് 12 വോൾട്ടിൻ്റെ നെഗറ്റീവ് സപ്ലൈ കൊടുക്കുക. ഇത് ഞാൻ സിംഗിൾ സപ്ലൈ നിന്നും ഡുവൽ സപ്ലൈ ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത് എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബോർഡൊക്കെ വെച്ചാണ്ട് ലൈറ്റ് ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. 5 വോൾട്ട് ഔട്ട്. ഇനി ഇതിനകത്ത് സബിൻ്റെ ബോർഡും പോളോജിക് ബോർഡ് 5.1 പോളോജിക് ബോർഡ് വെക്കണം. സബിൻ്റെ ഇടി നമുക്ക് ടെസ്റ്റ് ചെയ്യാം. സബിൻ്റെ ഇടി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് 8 ഇഞ്ചിൻ്റെ സബാണ്. 8 ഇഞ്ചിൽ 100 വാട്ട്സ് പീക്ക് പവറാണ്. ഇതിന് ഒരു 60 വാട്ട്സ് ഞാൻ കൊടുത്തിരിക്കണേ.